ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പ്രസീതയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രസീത. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നെ കാണാൻ ഒരു 7 ചെക്കന്മാർ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും സുന്ദരനും ബിസിനസ്സുകാരനുമായ ചെക്കനായിരുന്നു എൻ്റെ ഭർത്താവ്. കല്യാണത്തിൻ്റെ അന്ന് രാത്രി തന്നെ പുള്ളി എന്നോട് പറഞ്ഞു, ഇത്തരം കാര്യങ്ങളിൽ ഒത്തിരി ഇഷ്ടമാണ്, നിനക്കിഷ്ടമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അനുഭവങ്ങളൊന്നുമില്ലെങ്കിലും എനിക്കും ഒത്തിരി ഇഷ്ടമാണെന്ന്. പുള്ളി പല വീഡിയോകളും കാണിച്ചിട്ട് എന്നോട് ചോദിക്കും, നിനക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്ന്. ഞാൻ പറയും പറ്റുമെന്ന്. എനിക്ക് എൻ്റെ ഭർത്താവിനെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഭർത്താവിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു ബന്ധങ്ങൾക്ക് താല്പര്യം തോന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം എപ്പോഴും അടിയുറച്ചതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ മാഡം, ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഭർത്താവിനോട് പറയാൻ തുടങ്ങി, മോളെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കല്യാണം കഴിച്ച് സദാചാരവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്തതയും പ്രതീക്ഷിച്ച് ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിക്കരുത്. ചേട്ടൻ എന്തായി പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് പല പെണ്ണുങ്ങളോടും താല്പര്യം തോന്നാറുണ്ട്, നിനക്ക് പല പുരുഷന്മാരോടും താല്പര്യം തോന്നും. ചേട്ടാ, വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണ്ടേ? എനിക്ക് നീയും നിനക്ക് ഞാനും എന്നുള്ള കൺസെപ്റ്റിലല്ലേ വിവാഹം കഴിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, അതൊക്കെ ശരിയാണ്, അത് മറ്റുള്ളവർക്ക്. നമ്മളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ രണ്ടുപേരും നിയമപരമായിട്ട് വിവാഹം കഴിച്ചവരാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ നിയമപരമായ അധികാരങ്ങളുമുണ്ട്. എൻ്റെ അതോറിറ്റി നീയാണ്, നിൻ്റെ അതോറിറ്റി ഞാനുമാണ്. പിന്നെ 1-2 മണിക്കൂർ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താകാനാണ്? അവരെ നമ്മൾ കല്യാണം കഴിക്കുന്നില്ല, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നില്ല. നമ്മളുടെ ഇഷ്ടങ്ങൾ അവിടെ നടത്തിയെടുക്കുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ, എനിക്കിതൊന്നും വിട്ടുതരാൻ പറ്റില്ല, എനിക്ക് സ്വന്തമല്ലേ എല്ലാമെന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അങ്ങനൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ നാട്ടിൽ മുഴുവനും കള്ളന്മാരാണ്, കള്ളികളാണ്. ഭാര്യ ഭർത്താവിനോട് പറയും, ചേട്ടൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു, എനിക്കാണെങ്കിൽ ഉറക്കമേ വന്നില്ല, ചേട്ടനല്ലാതെ വേറെ ആരുമില്ല, ഒന്നും ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയും. അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യയോട് പറയും, എനിക്ക് മറ്റു പെണ്ണുങ്ങളെ ഇഷ്ടമേ അല്ല, നീ തന്നെയാണ് എൻ്റെ എല്ലാമെന്ന്. പക്ഷേ ചുരുക്കം പറഞ്ഞാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരോ കാര്യങ്ങൾക്ക് പോകും. പിന്നെ ഒരു കുളി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ, അല്ലെങ്കിൽ വൃത്തിയായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആരറിയാനാണ്? ഭർത്താവിൻ്റെ കാര്യം, ഭാര്യയുടെ കാര്യമാണെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അവൾ കുളിച്ചൊരുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഭർത്താവിന് എങ്ങനെ അറിയാനാണ്? ഇതൊന്നും കണ്ടുപിടിക്കാനുള്ള ഒരു ടൈം മെഷീനും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കുട്ടി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇഷ്ടമുള്ള ആളുകളെ സ്വീകരിക്കും. പക്ഷേ നമ്മളുടെ വിവാഹബന്ധം നമ്മൾ ഒരിക്കലും വേർപെടുത്തില്ല. നിനക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒന്നിലധികമോ ദിവസം കഴിയാം, പക്ഷേ അതൊരാഴ്ചയാകരുത്. അവരോട് പ്രേമം പാടില്ല. നിനക്ക് ഇഷ്ടങ്ങൾ സാധിച്ച് തിരിച്ചു പോരാം. എനിക്കും അതുപോലെ തന്നെ. പിന്നെ നീ എൻ്റെ കാര്യം ഓർത്ത് പേടിക്കേ വേണ്ട. എനിക്ക് എത്ര വലിയ സുന്ദരിയാണെങ്കിലും അവരോട് താല്പര്യം തോന്നുമെന്നല്ലാതെ അവളെ ഭാര്യയാക്കണമെന്നോ അവളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കണമെന്നോ ഒന്നും തോന്നാറില്ല. പക്ഷേ ചിലപ്പോൾ പണം മുടക്കി ഞാൻ അത്തരം പ്രവൃത്തികൾക്ക് തുനിഞ്ഞേക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ഏറ്റവും സുന്ദരനായ ഒരാളെ സ്വന്തമാക്കാൻ നിനക്കും ഒരവസരം വന്നു കഴിഞ്ഞാൽ കുടുംബത്തിനോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ പേരുദോഷമുണ്ടാക്കാതെ നീയും അത് മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊന്നും ഇപ്പം പറയണ്ട, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, നമുക്കൊരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടല്ലേ ആ കാര്യങ്ങൾ നിങ്ങൾ നടത്തുകയുള്ളൂ, അതേ ഉള്ളൂ. അപ്പം നമുക്ക് കുട്ടി ഉണ്ടായിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു മകൻ ജനിച്ചു മാഡം. അത് കഴിഞ്ഞ് 56 ഭർത്താവിനോട് പറഞ്ഞു, എന്തായാലും ഇന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും പണ്ട് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ പോകും. ദേ, പുതിയ ആൾ വന്നിട്ടുണ്ട്, ആരതിയാണ്, എറണാകുളത്ത് നിന്നാണ്, അവളുടെ റേറ്റ് ഇത്രയാണെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. നല്ലൊരു സുന്ദരി പെൺകുട്ടി. എനിക്കാകെ അസൂയായി. ഞാൻ പറഞ്ഞു, കൊള്ളാം, ഇപ്പോൾ എത്രയോ മാസങ്ങളായി നിങ്ങളെൻ്റെ അടുത്ത് വന്നിട്ട്, എന്നിട്ട് ഇപ്പോൾ ഒരു ദിവസം മാത്രം നിന്നിട്ട് നാളെ നിങ്ങൾ ഈ പെണ്ണിൻ്റെ കൂടെ പോവാണെന്നോ? ഞാൻ ഇത്രയും നാളും കാത്തു വെച്ചതൊക്കെ എന്താണ്? എനിക്ക് ശരിയാകില്ല, പോണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇല്ല, ഒത്തിരി കാലം കഴിഞ്ഞിട്ടാണ് ഇത്ര എനിക്ക് മോഹമുള്ളൊരു പെണ്ണിനെ കിട്ടിയത്. അപ്പോൾ ഞാൻ പോകും. പക്ഷേ ഇന്ന് നമ്മൾ തുടങ്ങും, നാളെ ആരതിയുടെ കൂടെ, പിന്നെ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ എത്ര എതിർത്തിട്ട് പുള്ളി പറഞ്ഞു ഞാൻ പോകും എന്ന് കർശനമായി പറഞ്ഞ് പിറ്റേ ദിവസം പുള്ളി പോയി മാഡം. അന്ന് രാത്രി മുഴുവനും എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു.
എനിക്ക് സ്വന്തമായ ഭർത്താവ് വേറെ ഒരിടത്ത് പറ്റില്ല പറ്റില്ല എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാണ്, അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് വേണ്ടി പോയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ കുഞ്ഞിനെ ഉറക്കണം, പിന്നെ പാല് കൊടുക്കണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. അതും ഇതും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് സ്ട്രെസ്സായി. ഭർത്താവ് ആ സുന്ദരി കോതയോടെ പോകുമോ, ഷോ അവളും എൻ്റെ ഭർത്താവും വേണ്ട വേണ്ട എന്നൊക്കെ ഞാൻ ഓർത്തെങ്കിലും പിറ്റേ ദിവസം പുള്ളിക്കാരൻ വന്നു. അന്ന് ഞാൻ വഴക്ക് കൂടെങ്കിലും പുള്ളി കല്ല് പോലെ നിന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇഷ്ടം, അതിൻ്റെ കൂട്ടത്തിൽ നീ നിൽക്കണം, ആരും ആരുടെയും സ്വാതന്ത്ര്യം ഹനിക്കാൻ പാടില്ല എന്ന് ഭർത്താവ് പറഞ്ഞു. അങ്ങനെ 3-4 വട്ടമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭർത്താവിൻ്റെ സ്വഭാവം മനസ്സിലായി. അദ്ദേഹത്തിന് എൻജോയ്മെൻറ്റിന് താല്പര്യമുണ്ട്, പക്ഷേ പോയി കഴിഞ്ഞാൽ മാന്യമായി തിരിച്ചു വരും. എന്നോടോ കുഞ്ഞിനോടോ സ്നേഹക്കുറവൊന്നുമില്ല, എന്ത് ചോദിച്ചാലും വാങ്ങിത്തരും. ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, നാട്ടുകാർക്കിടയിൽ മാന്യനാണ്, എൻ്റെ വീട്ടുകാരെ സഹായിക്കുന്നുമുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം കൊണ്ട് എനിക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. എന്നെ അദ്ദേഹം എപ്പോഴും ചേർത്ത് പിടിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഫേസ്ബുക്ക് മെസ്സേജിൽ വരുന്ന ചില മെസ്സേജുകൾക്കൊക്കെ മറുപടി കൊടുക്കാൻ തുടങ്ങി. ചേച്ചി ചേച്ചി എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാനും അങ്ങ് ഇറങ്ങിച്ചെന്ന് പറയും, മോനെ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നുന്നുണ്ട്, ഇട്ടോ എന്നൊക്കെ ഞാനും പറഞ്ഞ് സൊള്ളാൻ തുടങ്ങി. അതുവരെ ഞാൻ അത്തരം ചാറ്റുകൾക്ക് മറുപടി കൊടുത്തിട്ടില്ല. ആരെങ്കിലും അറിഞ്ഞാൽ, അല്ലെങ്കിൽ കിട്ടുന്ന ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. ഇതിപ്പോൾ ഭർത്താവിൻ്റെ പ്രശ്നവുമില്ല. ഭർത്താവ് എന്നെ നാട് കാണിച്ചൊരുത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓടി നടന്ന നാട് കാണണ്ടേ മാഡം? എനിക്ക് കാണാൻ മോഹമായി. പക്ഷേ ഭർത്താവിനെ പോലെ ഒത്തിരി ചോസൊന്നും എനിക്കില്ല. പിടിക്കുവാണെങ്കിൽ പുളിങ്കൊമ്പ്. അങ്ങനെ നല്ല ആൾക്കാരെ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ. സീരിയൽ നടന്മാരോ സിനിമാ നടന്മാരോ പ്രശസ്തരായ ആൾക്കാരോ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ സർവ്വതാ എൻ്റെ അറവാതിൽ തുറന്നു കൊടുക്കും. കരുത്തിനും സുന്ദരനുമാണെന്ന് വെച്ച് എനിക്കിപ്പോൾ കിളയ്ക്കാൻ വരുന്ന കേശുമാമന് അറവാതിൽ തുറന്നു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കൊടുക്കുകയാണെങ്കിൽ അതിന് തക്ക പ്രാധാന്യമുള്ള ആളുകൾക്ക് തന്നെ അറവാതിലേക്ക് എഴുന്നള്ളിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കണം. അതോർത്തിരിക്കുകയായിരുന്നു. എൻ്റെ തിടം പേറ്റിയ കൊമ്പൻ എപ്പോൾ വരും, എങ്ങനെ ഞാൻ ഇത്രയും ആളുകളിൽ നിന്ന് അവരെ തിരഞ്ഞെടുക്കും എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ അപ്പോഴാണ് PGക്ക് പഠിക്കുന്നൊരു പയ്യൻ എൻ്റെ വലയിൽ വീണത്. സൗന്ദര്യം കൊണ്ട് അവൻ മൂടിയിരിക്കുന്ന ഒരുത്തനാണ്. അതുമാത്രമല്ല പലവിധ സൗന്ദര്യങ്ങളും അളവിലധികമായിരുന്നു. അവൻ ഓരോരോ പിക്ചേഴ്സായിട്ട് അയക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനെ ഞാൻ കാണിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇവരാകുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. കാര്യം ഏതെങ്കിലും അന്ധനും അടകോടനും നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ ദുഃഖമായിരിക്കും. പക്ഷേ എന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരാൾ നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നവുമില്ല. നീ ആദരിക്കപ്പെട്ടതുപോലെയും ഞാൻ അഭിമാനിക്കപ്പെട്ടതുപോലെയും എനിക്ക് തോന്നും മോളെ. കുഴപ്പമില്ല. നല്ല ആൾക്കാരാണെങ്കിൽ എനിക്ക് അസൂയൊന്നും ഉണ്ടാകില്ല. നിൻ്റെ സ്വാതന്ത്ര്യം, അവനെ ഇവിടെ വരുത്തണമെങ്കിൽ ഇവിടെ വരുത്താം, എവിടെ വേണമെങ്കിലും നിനക്ക് പോകാം. പക്ഷേ വീട്ടുകാരും കുഞ്ഞിനെയൊക്കെ നീ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഞാൻ വരുത്തിക്കോളാം, ചേട്ടൻ ഉള്ള ദിവസം തന്നെയെന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അത് സാരമില്ല, നമുക്ക് അറേഞ്ച് ചെയ്യാം. ചില ദിവസങ്ങളിൽ നമ്മൾ മുകളിലാണല്ലോ കിടക്കുന്നത്, അച്ഛനും അമ്മയും താഴെയാണല്ലോ. മുകളിലത്തെ ഒരു മുറി നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനുവദിക്കാം. എന്നെപ്പോലെ നിനക്ക് ചുറ്റി നടന്ന് ഹോട്ടലുകളിലൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് എത്ര അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മാഡം. അങ്ങനെയാണ് അവൻ വന്നത്. പക്ഷേ ഭർത്താവ് ആ ഭാഗത്തേക്ക് വന്നതേയില്ല. ഭർത്താവ് അറിയാതെ അവൻ വരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. എന്തായാലും അതെനിക്ക് വളരെ സേഫായിട്ട് തോന്നി. എൻ്റെ ഭർത്താവ് എല്ലാം അറിഞ്ഞുകൊണ്ട് അപ്പുറത്തുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല. അന്ന് ആദ്യമായിട്ട് ഭർത്താവ് പറഞ്ഞ സ്വന്തം ഭർത്താവല്ലാതെയുള്ള മറ്റൊരു ബന്ധത്തിൻ്റെ ആഴമറിഞ്ഞു ഞാൻ. നീരാഴിയിൽ നീരാടുന്ന നീരാളിയെ കണ്ട മത്സ്യകന്യയെപ്പോലെ ഞാനന്ന് ഉലഞ്ഞുപോയി. പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയൊരു കുട്ടിയായിട്ടാണ് അവൻ വന്നത്. അവൻ്റെ സൗന്ദര്യത്തിൽ ഞാൻ ലയിച്ചു. എൻ്റെ സൗന്ദര്യത്തിലും എൻ്റെ പ്രായത്തിലും അവനും ഉന്മാദിക്കുന്നുണ്ടാകാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറേ മണിക്കൂറുകൾ ചെലവിട്ടു. പിന്നീട് കുഞ്ഞു കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ വിളിക്കുകയായിരുന്നു. അവനെ സുരക്ഷിതമായി റോഡിലിറക്കി വിട്ട ശേഷമാണ് ഞാൻ തിരിച്ച് റൂമിലെത്തിയത്. അതുവരെ ഭർത്താവ് കുഞ്ഞിനെ മാനേജ് ചെയ്തു. എന്തായാലും എനിക്ക് പിന്നീട് ഭർത്താവ് ഒത്തിരി തുണയായിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരു 5-6 ആളുകളെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഭർത്താവ് അതിൻ്റെ ഒരു 10 ഇരട്ടി കാണും. എന്നാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഫിൽട്ടർ ചെയ്താണ് എടുക്കുന്നത്. ഭർത്താവിന് പക്ഷേ ഫിൽട്ടർ ചെയ്യാതെ തന്നെ ധാരാളം നല്ല ബന്ധങ്ങൾ കിട്ടുന്നുണ്ട്. എനിക്കത് പറ്റില്ല. ഭർത്താവ് സജസ്റ്റ് ചെയ്യുന്ന പുരുഷന്മാരെ പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടാറുമില്ല. എനിക്ക് എൻ്റെതായ ചോയ്സ് ഉണ്ട്, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചോയ്സും. അങ്ങനെയായിരുന്നു മാഡം. ഏകദേശം ഒരു 8 മാസം മുമ്പാണ് ഈ കാര്യങ്ങളെല്ലാം
തകിടം മറിഞ്ഞത്. അതിന് കാരണം എൻ്റെ ഭർത്താവിൻ്റെ ബിസിനസ് പങ്കാളി അദ്ദേഹത്തെ ചതിച്ചു. അതോടുകൂടി സാമ്പത്തികമായി ഒത്തിരി പ്രശ്നങ്ങളായി. ഇത്രയും നാൾ ഞങ്ങൾ ശരിക്കും പോഷ് ലൈഫാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാലോ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് റിട്ടയർ ആയത്. അദ്ദേഹം ബിസിനസ് നടത്തുന്നുണ്ട്. പല കാര്യങ്ങളും പങ്കാളിയാണ്. എല്ലാം സേഫ് ഗെയിമാണ്. പിന്നെ ഇട്ടുകൂടാൻ തക്ക പണം പണ്ടേ ഉണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവിന് ഒന്നും വേയിച്ചു കൊടുത്തിട്ടില്ല. ആദ്യം കുറച്ച് സഹായിച്ചു. അതിൽ നിന്നാണ് ഭർത്താവ് പച്ച പിടിച്ച് വന്നത് ബിസിനസ് ചെയ്ത്. ഇപ്പോൾ ബിസിനസ് പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അതുമായിട്ട് യാതൊരു രീതിയിൽ സഹകരിക്കുന്നില്ല. ഭർത്താവ് കാല് പിടിച്ച് പറഞ്ഞു, ഇനിഷ്യലി കുറച്ച് പണം ഇറക്കിയത് പോലെ ഇപ്പോഴും തരണമെന്ന്. പക്ഷെ പുള്ളിക്കാരൻ സമ്മതിക്കുന്നില്ല. ഇനി നീയായി, നിൻ്റെ ഭാര്യയായി, നിങ്ങൾക്ക് സ്വർണ്ണമുണ്ട്, ഭാര്യയുടെ സ്ത്രീധനമില്ലേ, അതൊക്കെ വെച്ച് മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അച്ഛൻ ബിസിനസ് യാത്രകളിലാണ്. പലപ്പോഴും അവിടെ ഒന്നും കാണുകയില്ല. അമ്മായിയമ്മ ഒരു പാവമാണ്. അവരിതൊന്നും ശ്രദ്ധിക്കാറുമില്ല. വീട്ടിൽ എന്ത് നടന്നാലും അവർക്കൊന്നുമില്ല. അത്രയ്ക്കും പഞ്ചപാവമാണ്. ഇത് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കറിയില്ല, ഇവിടുത്തെ അച്ഛൻ്റെ സ്വഭാവമൊന്നും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങയോട് ഞാൻ പറഞ്ഞ കേൾക്കുകയില്ല. ഈ സ്വത്തൊന്നും എൻ്റേതുമല്ല. ഞാനും ഒരു ബലിയാടാണ്. അങ്ങേരെ കല്യാണം കഴിച്ചെന്ന് അമ്മ പറഞ്ഞു. അത്രേ പുള്ളിക്കാരിക്ക് പറയാൻ പറ്റിയുള്ളൂ. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇവിടുത്തെ സർവാധികാരി അച്ഛനാണ്. ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, മോളെ ഞാനൊരു കാര്യം പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, എൻ്റെ അച്ഛന് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ വീക്ക്നെസ്സാണ്. അതാരാണെന്നൊന്നും ഒരു നോട്ടവുമില്ല. അതിലിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? എടി, നീ പോയി സ്നേഹത്തോടു കൂടി ഒന്ന് വിളിച്ചും കണ്ടും പറഞ്ഞ് അച്ഛൻ്റെ കാല് പിടിക്കുന്ന പോലെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ തീർച്ചയായിട്ടും സമ്മതിക്കുമെന്ന്. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിനെ തലോടിക്കൊണ്ട് പറഞ്ഞു, പ്രായമായ ആൾക്കാരെ നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. 30 വയസ്സിന് താഴെയുള്ളവരാണ് നിൻ്റെ ചോയ്സ്. ഈ കിളവനെ സ്വീകരിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഗത്യന്തരവുമില്ല. നീ ഒരു മോഹിനി ചമഞ്ഞ് കാര്യങ്ങളിലേക്ക് കടക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണമുണ്ടാകും. നിങ്ങളെന്താ പറഞ്ഞത്? പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യത്തിന് ഇറങ്ങണമെന്നാണോ? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ അച്ഛനോട് ചോദിര്, ഒരു 50 ലക്ഷം കൂടി തരാൻ. ഞാൻ പറഞ്ഞ 50 ലക്ഷം ഒന്നും തരാനില്ല. അതാ പറഞ്ഞത്. എടി, ഇങ്ങേരുടെ കയ്യിലെല്ലാം ഉണ്ട്. നീ പക്ഷേ ചോദിക്കേണ്ട വിധത്തിൽ ഒന്ന് ചോദിക്കണം. എൻ്റെ പൊന്നു ചേട്ടാ, എനിക്ക് പറ്റും തോന്നുന്നില്ല. എനിക്ക് അങ്ങേരോട് ഒന്നും തോന്നുന്നില്ല. എടി, തോന്നുന്നതോ തോന്നാതിരിക്കുന്നതോ അല്ല കാര്യം. നീ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് മായാമോഹിനിയായി എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നീ ഒന്ന് അഭിനയിക്കും മോളെ, എന്നെ രക്ഷിക്കൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിനക്ക് പോഷായിട്ട് നടക്കണ്ടേ? അതോ കഞ്ഞിയും കറിയും ചുട്ടരച്ച് ചമ്മന്തിയും കഴിച്ച് കഴിഞ്ഞാൽ മതിയോ? നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെടേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മനസ്സോടെ പറഞ്ഞു, എങ്ങനെയാണ് ചേട്ടാ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ പുള്ളി ദേഷ്യപ്പെട്ടു, എടി, ഇത്രയും വലിയൊരു അപകടം വന്നിരിക്കുന്ന സമയത്ത് നിനക്കറിയില്ലേ ഒന്നും? എങ്ങനെയാണ് ചാറ്റ് ചെയ്ത ആണുങ്ങളെ നീ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അതിൻ്റെ പാതി എഫോർട്ട് പോരെ ഇവിടുള്ള അച്ഛനെ നിനക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. എൻ്റെ ഭർത്താവ് പറഞ്ഞു, 1 മാസത്തേക്ക് ബിസിനസ് കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്കുമായി ഞാൻ മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞു പോവുകയാണ്. ആ സമയത്ത് നീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യപ്രാപ്തിയുള്ള ഒരു സ്ത്രീയായി പെരുമാറി അച്ഛൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വേണ്ടത് നേടിയെടുക്കണമെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വട്ടാണോ? നമ്മൾ ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്ത് അച്ഛൻ്റെ അടുത്ത് പെരുമാറിക്കഴിഞ്ഞാൽ അച്ഛൻ അത് മനസ്സിലാക്കിയാലോ? ഇനിയിപ്പോൾ എന്തെങ്കിലും നടന്നു കഴിഞ്ഞിട്ട് അച്ഛൻ ഒന്നും തരില്ലെന്ന് പറഞ്ഞാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് പറഞ്ഞു, എടി, നീ പേടിക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ വിട്ട് ഞാൻ അധിക ദിവസം നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. ആ ദിവസങ്ങളിൽ അവിചാരിതമായി നിങ്ങൾ കണ്ടുമുട്ടുന്നു, കൂട്ടിമുട്ടുന്നു. എന്നിട്ട് എങ്ങനെയോ ആ ബന്ധം താനേ ഉണ്ടായി എന്നുള്ള രീതിയിലാണ് തുടങ്ങേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് അതിഷ്ടപ്പെട്ടെങ്കിൽ, നീ ആത്മാർത്ഥതയോട് പെരുമാറിയെങ്കിൽ, രണ്ടാമത് അദ്ദേഹം നിൻ്റെ കഥലിൽ മുട്ടുമ്പോൾ നീ അവിടെ പൂങ്കൊണ്ണീര് പൊഴിക്കണം. എനിക്ക് മൂടില്ല അച്ഛാ, എൻ്റെ ഭർത്താവ് എവിടെയോ ഒളിച്ച് താമസിക്കുന്നവരെ പോയിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊന്നും പറ്റില്ല, കഴിയില്ല. സംഭവിച്ചു പോയതോർത്ത് ഞാൻ ഒത്തിരി വിഷമത്തിലാണ്. അച്ഛന് ഞങ്ങളെ സഹായിക്കാൻ യാതൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞ് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു വഴിക്കാകും. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ സെൻറ്റിമെൻറ്റ്സിന് വേണ്ടി പുതിയൊരു താജ്മഹൽ വരെ നിർമ്മിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ആളാണ്. ഈ പ്രായത്തിലാകുമ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും ഇത്തരം ആഗ്രഹങ്ങൾ കൂടുതലായിരിക്കും. നിന്നെപ്പോലൊരു സുന്ദരി പോയി കഴിഞ്ഞാൽ പറ്റും, മരുമോളാണെന്നോ അദ്ദേഹം ഒരിക്കലും നോക്കില്ല. പിന്നെ ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് നിന്നോട് അടുക്കാതിരിക്കുന്നത് എന്ന് ഭർത്താവ് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞ പ്ലാൻ വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അദ്ദേഹം നീങ്ങി അങ്ങ് പോവുകയും
പോവുകയും ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഉച്ചയ്ക്കൊരു ദിവസം അദ്ദേഹം സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ മുൻവശത്ത് ഒരയയുണ്ട്, പുറകുവശത്തൊരു കോമൺ ബാത്റൂമുണ്ട്. അതിൽ കുളിച്ചിട്ട് ഞാനൊരു കച്ചയൊക്കെ കെട്ടി അവിടെ വന്ന് തുണി വിരിക്കാൻ തുടങ്ങി. മെയിൻ മുറ്റത്തിൻ്റെ ഒരു കോണിക്കാണത്. അച്ഛൻ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നെ കാണാം. പുള്ളി എന്നോട് വെച്ചു, എന്താടി നീ ഇന്ന് പുറത്താണോ കുളിച്ചെന്നും? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ബാത്റൂമിന് ഇത്തിരി ലീക്കേജ് ഉണ്ട്, അവിടുത്തെ പൈപ്പിന് പ്ലംബറെ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ നിൻ്റെ പേട്ടൻ അവൻ എവിടെയാടി? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അദ്ദേഹം ദൂരെ എങ്ങോ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കടക്കാരല്ലേ, ജീവിക്കാൻ അറിയാത്തവൻ തന്നെ അധ്വാനിക്കട്ടെ എന്ന് പറഞ്ഞു. എവിടാ മോളെ ലീക്കെന്ന് ചോദിച്ചു. ആക്ച്വലി ചെറിയൊരു പ്രശ്നം ബാത്റൂമിലുണ്ടായിരുന്നു, കുറച്ച് ലീക്കേജ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഷവറിനൊന്നൊരു പ്രശ്നമില്ല, അവിടെ നിന്ന് കുളിക്കാന്നേ ഉള്ളൂ. ഞാനങ്ങ് പറഞ്ഞതല്ലേ. പുള്ളിയെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്നു. ബാത്റൂമിനകത്ത് കയറിയിട്ട് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ പൈപ്പിലാണെന്ന്. അച്ഛൻ നോക്ക്, ഞാൻ ദേ ഇവിടെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അകത്ത് നിന്ന് ബാത്റൂം അങ്ങ് അടച്ചു. ഞാനാണെങ്കിൽ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യല്ലേ. അദ്ദേഹം അതിനകത്ത് നിന്ന് ഇത് വലിയ കുഴപ്പമില്ലല്ലോ, നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. കുഴപ്പമില്ല മോളെ, ഞാൻ വിളിക്കാം പ്ലംബറെ എന്ന് പറഞ്ഞ് ഇറങ്ങുവാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ അച്ഛാന്ന് പറഞ്ഞിട്ട് പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനാണെങ്കിൽ ഒരു ടോപ്പ് മാത്രമിട്ട് നിൽക്കുകയാണ്. പുള്ളി വന്ന് എന്നെ കണ്ടുകഴിയുമ്പോൾ ഞെട്ടി, നീ ഡ്രസ്സൊന്ന് മാറിക്കഴിഞ്ഞില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാൻ നോക്കിയത് ഡ്രസ്സ് കണ്ടില്ല അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ അടിമുടിയെ നോക്കിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ തുടക്കമായിരുന്നു. വൈകുന്നേരം ചായയാണ് ഞാൻ കൊണ്ടു കൊടുത്തത്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ മുന്നിലിരുന്നു. അച്ഛൻ എന്നെ സൂക്ഷിച്ച് നോക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന്? എന്താടി നിന്നെ നോക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്? ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, എൻ്റെ ഇഷ്ടങ്ങൾക്കും ഇഷ്ടക്കേടിനുമൊക്കെ ആരാ ഇവിടെ ഉള്ളത്? ആരുമില്ല. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചതുപോലെ പോയി താമസിക്കുകയാണ് എങ്ങോ. ഭർത്താവ് ഉണ്ടെങ്കിലും വിധവയുടെ ഗതിയാണ് എനിക്കെന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ചിണുങ്ങി. ഇത്രയും നാളും അദ്ദേഹത്തെ ഞാൻ പിരിഞ്ഞു നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞതാണ് ഇടയ്ക്കെങ്കിലും ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോകാൻ, പക്ഷേ വരുന്നില്ലെന്ന്. അവൻ കാശുണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കാണെന്നല്ലേ പറഞ്ഞത്? നിനക്ക് കുറച്ച് ദിവസം സഹിക്കാൻ പറ്റില്ലേ? അത്രയ്ക്ക് ഇളക്കമാണോ നിനക്ക് എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രായമായ അച്ഛന് എന്തറിയാം, ഞാൻ അത്ര പ്രായമൊന്നും ആയിട്ടില്ല, ഞാൻ ഒരു ചെറുപ്പക്കാരിയാണ്, ഭർത്താവിൻ്റെ ആവശ്യം എനിക്കെന്നും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ്, എന്നും ഉണ്ടെങ്കിൽ നീ ചിലപ്പോൾ പുറത്തു നിന്നുള്ള സഹായം തേടേണ്ടി വരും. ഇപ്പം അവനവിടെ ഇല്ലല്ലോ, നീ വിളിച്ചിട്ടൊട്ട് വരുന്നുമില്ല, നിന്നോടവന് വലിയ മമതൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത് അച്ഛൻ, എൻ്റെ മനസ്സ് വല്ലാതെ ദുഃഖിച്ചിരിക്കുകയാണ്, അതച്ഛന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് പകരം ഞാൻ വന്നാൽ മതിയോ എന്ന് ചോദിച്ചു. കള്ളക്കിളവൻ, എൻ്റെ ഭർത്താവ് പറഞ്ഞത് ശരിയാണ്. ഞാനെപ്പോൾ ദേഷ്യപ്പെട്ടതുപോലെ ചവിട്ടിത്തുള്ളി എൻ്റെ റൂമിലേക്ക് അങ്ങ് പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടേക്ക് വന്നു. മുറിക്കകത്ത് കയറി. ഞാനാണെങ്കിൽ തലയ്ക്ക് കൈയും കൊടുത്തോടെ കിടക്കുകയാണ്. കുഞ്ഞാണെങ്കിൽ ഉറങ്ങുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറഞ്ഞു പുള്ളിക്കാരൻ. പക്ഷെ ഞാൻ കണ്ണു തുറന്നില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് കട്ടിലിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ തലയിൽ വെച്ച് കൈയും അടച്ച് കണ്ണുമൊക്കെ തുറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമം നടത്തി. ആ സമയത്ത് മനപ്പുറം അദ്ദേഹത്തിന് കൈ ഞാനൊന്ന് തട്ടിവിട്ടു. വന്നു കൊണ്ടത് കൊള്ളേണ്ടിടത്താണ്. ഞാൻ പെട്ടെന്ന് അയ്യോ എനിക്കെന്തോ പറ്റിയെന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു. ആ സമയത്ത് അച്ഛനും ചമ്മലായി. എനിക്കും കൊണ്ട ഭാഗം നന്നായിട്ട് എന്തോ ഒരു ഫീലിങ്ങുമുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, സോറി, നീ കൈ തട്ടിയത് കൊണ്ട് അങ്ങനെ വന്നതാണെന്നും. ഞാനൊന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിന് കൈ പിടിച്ച് അച്ഛാ എനിക്കാണെങ്കിൽ ഒത്തിരി വിഷമമാണ് എന്ന് പറഞ്ഞ് പിന്നെയും ചേർത്ത് വെച്ചു. അമ്മയ്ക്ക് ഞാൻ ഒരു സിഗ്നൽ കൊടുത്തു. കുഴപ്പമില്ല അച്ഛാ, മധുര മാമ്പഴത്തോട്ടത്തിലേക്ക് അച്ഛന് സ്വാഗതം എന്നുള്ള രീതിയിൽ അച്ഛനത് മനസ്സിലായി. പിന്നെ പുള്ളിക്കാരൻ കാത്തു നിന്നില്ല, പോയി ഓടിച്ചെന്ന് കഥ കടച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ സമാശ്വസിപ്പിക്കാൻ തുടങ്ങി. മോളെ, മാമ്പഴത്തോട്ടത്തിൽ ഞാൻ അതിക്രമിച്ച് കടന്നോട്ടേന്ന് ഞാൻ പറഞ്ഞു. വേണ്ട, ഞാനാണെങ്കിൽ മെയിൻ ഡോർ തന്നെ തുറന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മാമ്പഴത്തോട്ടത്തിൽ കൂടിയാണ് അദ്ദേഹം തടാകക്കരയിലേക്ക് നടന്നു വന്നത്. പുല്ലു നീക്കിയ തടാകക്കര അദ്ദേഹം അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു മിടുക്കിയാണല്ലോ, എത്ര മനോഹരമായിട്ടാണ് തടാകക്കര നീ പരിപാലിച്ചിരിക്കുന്നതെന്നും. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ നാണം കൊണ്ട് കണ്ണു മൂടി. അദ്ദേഹം ഇത്തിരി ആവേശം കൂടി ടൈപ്പാണെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒട്ടും ഇഷ്ടമില്ലെങ്കിലും ഞാനും നല്ലൊരു കോർപ്പറേഷൻ മനോഭാവം കാണിച്ചു കൊടുത്തു. സഹകരണ പ്രസ്ഥാനമാണല്ലോ നമ്മുടെ മുഖമുദ്ര. പക്ഷേ ഇത്തിരി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഭർത്താവിന് ഇദ്ദേഹത്തിൽ
നിന്ന് തന്നെയാണ് ഈ സ്വഭാവങ്ങളെല്ലാം കിട്ടിയതെന്നും ആദ്യത്തെ ദിവസം എനിക്ക് ഇത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭർത്താവ് പറഞ്ഞതുപോലെ ഞാൻ കണ്ണുമടച്ച് ഒറ്റയോട്ടം എന്നുള്ള രീതിയിലായിരുന്നു ഒന്നാം സ്ഥാനത്തെത്തണം. അതിനുവേണ്ടി ഞാൻ എല്ലാം വെടിപ്പായിട്ട് തന്നെയാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. അത് അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പക്ഷേ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സെൻറ്റിമെൻറ്റ്സ് എടുക്കേണ്ട വിധം എനിക്ക് പറഞ്ഞു തന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തെറ്റുകാരിയാണ്, തെറ്റ് ചെയ്തു പോയി, ഭർത്താവ് ഒരു കള്ളനെ പോലെ ദൂരെ ഒളിച്ച് കഴിയുന്നു, അദ്ദേഹത്തെ ഞാൻ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു കള്ളക്കരച്ചിൽ അങ്ങ് കരഞ്ഞു. അപ്പോഴേക്ക് പുള്ളി വല്ലാതായി. മോളെ നീ ഒന്നും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞു ആരും ഞങ്ങളെ സഹായിക്കാനില്ല. അച്ഛനും അദ്ദേഹം സഹായം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓടിച്ചു വിട്ടു. ഇനി എന്തിനാണ്, ഒന്നും വേണ്ട, എനിക്കൊന്നും ഇനി ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സെൻറ്റിമെൻറ്റ്സ് അടിച്ചു. പക്ഷേ ആദ്യ സെൻറ്റിമെൻറ്റിൽ പുള്ളി വീണില്ല. കാര്യം പണം ചിലവാക്കണമല്ലോ. 3-ാമതും 4-ാമതും വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതേപോലെ പറഞ്ഞു മനസ്സമാധാനമില്ലെന്ന്. ശരി, നിന്റെ മനസ്സമാധാനം തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ എന്നും കാണുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണുമെന്ന് സത്യം ചെയ്യാൻ പറഞ്ഞു. ഞാൻ സത്യം ചെയ്തു. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ കടങ്ങളെല്ലാം തീർക്കാനുള്ളത് പുള്ളി ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തു. ഭർത്താവ് തിരിച്ചു വരികയും ചെയ്തു. കരാർ ഞാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവ് എന്നോട് പറഞ്ഞു കരാർ നീ ലംഘിക്കേണ്ട, മുന്നോട്ട് പൊക്കോളൂ, എനിക്കൊരു പ്രശ്നവുമില്ലെന്ന്. അങ്ങനെയാണ് മാഡം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എന്നെ പേഴ്സണലി സഹായിക്കാറുണ്ട്. എല്ലാവരെയും മാനം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുന്നു. പക്ഷേ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇതേപോലെ ഫേസ്ബുക്കിലും മറ്റും ആളുകൾ വ്യത്യസ്തമായിട്ട് എന്നെ തേടി വരുമെന്ന്. അദ്ദേഹം അത് വിലക്കി. പറ്റില്ല, അദ്ദേഹം മാത്രമേ ഇനി പാടുള്ളൂ. പിന്നെ സ്വന്തം ഭർത്താവും. അങ്ങനെ അദ്ദേഹം എന്നെ നിയന്ത്രിച്ച് സംരക്ഷിച്ചു പോരുകയാണ് മാഡം. എനിക്കാണെങ്കിൽ ഇങ്ങനെ കൊണ്ട് മാത്രമൊന്നും ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആദ്യത്തെ കരാർ പോലെ ജീവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. പുതിയ ആളുകളെയൊക്കെ സ്വീകരിച്ചാൽ. പക്ഷേ അച്ഛനിപ്പോൾ മിക്കവാറും ദിവസം ഇവിടെയുണ്ട്. CCTV ക്യാമറയും മറ്റും ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സ്ഥാപിച്ചു. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടി ഇന്ന് പുറത്തു പോകാൻ പോലും വയ്യ. എൻ്റെ സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഭർത്താവ് പറഞ്ഞ സാരമില്ല, ഇപ്പോഴും പണം കിട്ടുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ കാര്യം നടക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യപരമായ ഒരു കാഴ്ചപ്പാട് ഭർത്താവിനും ഇപ്പോഴില്ല. അതേപോലെ അമ്മാച്ചനുമില്ല. ഭർത്താവിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റമില്ല. എന്നോട് ഇഷ്ടവുമാണ്. പക്ഷേ അദ്ദേഹം പഴയതുപോലെ സ്വതന്ത്രമായ ലൈഫിലേക്ക് കടന്നു. എനിക്കതില്ല. നീ അച്ഛന് കൊടുത്ത കരാറ് പാലിക്കണമെന്ന് ഭർത്താവ് പറയുകയാണ് മാഡം. അദ്ദേഹത്തെ സഹായിക്കാൻ പോയി. എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അദ്ദേഹം സന്തോഷവാനാണ്. എൻ്റെ ജീവിതം ഒരു തടവറ പോലായി. അച്ഛനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കുകയാണ്. എന്ത് ചെയ്യാനാണ് മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വരുത്തി വെച്ച ഒരു വിനയാണ്. നിങ്ങളുടെ ഭർത്താവ് ഒരു സ്വാർത്ഥനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങേരുടെ കാര്യം നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി എന്ന് പറയുന്നു. പക്ഷേ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ ഏതാപത്തിലും അയാളിൽ നിന്ന് സഹായിക്കേണ്ടതാണ്. ഇതിപ്പോൾ പറയുകയാണ് അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കുന്നു. അതൊന്നും അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ചോദിക്കും നിങ്ങൾ കാണിക്കുന്നതൊക്കെ നല്ലതാണെന്ന്. ഒരിക്കലുമല്ല. ഇതൊന്നും പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലും ചതിയിൽ വഞ്ചന പാടില്ലെന്നല്ലേ. അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറേണ്ടതായിരുന്നു. ഇതിപ്പം അയാളുടെ ബിസിനസ്സിനുള്ള പണം കിട്ടാൻ വേണ്ടി നിങ്ങളെ കരുവാക്കി അയാൾ പോവുകയും ചെയ്തു. നിങ്ങളാണെങ്കിൽ അമ്മായച്ചനോടുള്ള വിശ്വസ്തത മൂലം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയുണ്ട്, ഫേസ്ബുക്കിൽ നാളെ വരുന്നുണ്ട്, അവിടെ നാളെ വരുന്നുണ്ട്, ഇവിടെ നാളെ വരുന്നുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു. നിങ്ങളുടെ രഹസ്യം അങ്ങേരോട് എഴുന്നള്ളിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങേരെ CCTV ഒക്കെ വെച്ച് ഇവിടെ ഇരിക്കുകയാണ്. എന്താണ്, മരുമകളുടെ കാമുകന്മാരെ പിടിക്കാൻ വേണ്ടി. അങ്ങനെ നിങ്ങളുടെ എല്ലാ വഴികളും അടഞ്ഞ് അങ്ങേരുടെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനിങ്ങനെ മൈൻഡ് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അച്ഛനോട് പറയുക എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും, അച്ഛന് ഇഷ്ടമുള്ളതോ അച്ഛനും ജീവിക്കുക. എനിക്ക് ചിലപ്പോൾ പോകണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോകും, ചിലപ്പോൾ പുറത്തിറങ്ങിപ്പോകും. എൻ്റെ ഭർത്താവ് എനിക്ക് അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. അച്ഛൻ്റെ പാട് നോക്കുക എന്ന് പറയുക. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. അച്ഛനൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു ആവശ്യം വന്നു, അതിനുവേണ്ടി ഭർത്താവ് ഇങ്ങനൊരു കളി കളിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി. ഭർത്താവും ശരിയല്ല, അതേപോലെ അമ്മായച്ചനും ഈ പറഞ്ഞതുപോലെ ഇത്തിരി കുതന്ത്രക്കാരനാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ തീരുമാനം എടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോവുക. ഈ അലുകൾത്തകൾക്കൊന്നും പോകാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ അത് നിങ്ങൾ കേൾക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭർത്താവ് എന്താണ് ലക്ഷ്യം വെച്ചത്? പണമാണ്. അതുകൊണ്ട് അയാൾ കടമെല്ലാം തീർത്ത് ബിസിനസ് പുനരാരംഭിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അച്ഛന് തിരിച്ചു ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിൽക്കുക. നിങ്ങളുടെ ധൈര്യമാണ് ഇവിടെ കാര്യം, അല്ലാതെ വേറെ ഒന്നുമില്ല. അച്ഛൻ്റെ കാര്യം നോക്കുക. അച്ഛനെ നിയന്ത്രിക്കാൻ വരണ്ട. നന്നായി നിന്ന് കഴിഞ്ഞാൽ ഞാനും അച്ഛൻ്റെ കൂടെ നിൽക്കും. എൻ്റെ ഇഷ്ടങ്ങളും സാധിക്കും, അച്ഛൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കും. അതല്ലാതെ എന്നെ കൂട്ടിലടച്ച് തത്ത പോലാക്കാനൊന്നും അച്ഛനെ കൊണ്ട് പറ്റില്ല. ഞാൻ അത് നിൽക്കുകയില്ല. പോയി പണി നോക്ക് എന്ന് നിങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. അത് പറയുക എന്നുള്ളതാണ് ഇവിടെ കാര്യമല്ല. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.